ജീവിതം ഒന്നല്ലുള്ളൂ തന്നെയാ ജീവിക്കണ്ടേ. ശരിക്കും ചേട്ടൻ ആരാണ്? എനിക്ക് ജോൺ സീസൺ ലുക്ക് ഉണ്ടല്ലോ. നമുക്കൊരു പരിപാടി ഉണ്ട്. നമ്മൾ അപ്പോഴേക്കും വാഴ സെക്കൻഡ് സ്ക്രിപ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു പാരലി. പുള്ളിയുടെ ടീമും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ എൻ്റെ അടുത്ത് ഒരു ഐഡിയ പറഞ്ഞാൽ പെട്ടെന്ന് ചുമ്മാ ഇരിക്കുക വെറുതെ അങ്ങനത്തെ ഇല്ല. ഒന്ന് ഫൺ മൊമെൻറ്റ്സ് എടുത്തിട്ട് ചിരിച്ചവരും പറഞ്ഞവരും ഒക്കെ ഉണ്ട്. രണ്ടാമത് എനിക്ക് കിട്ടിയിരുന്നത് ഈ ലാസ്റ്റ് 2 ഡയലോഗ്, ഈ ചേട്ടൻ ആരാ ദൈവം ചോദിക്കുന്ന ഡയലോഗ് പലവരും വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടർ ആദ്യം കണ്ടപ്പോഴത്തേക്കും അവിടുത്തെ തന്നെ ഒരാളാണ്, ഒരു ഫോറിനർ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ആക്ടിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ആക്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണെന്ന് മനസ്സിലായി. അപ്പൊ എനിക്ക് ഈ ആക്ടേഴ്സ് എല്ലാം ഭയങ്കര സംഭവമാണ് എന്ന് മനസ്സിലായി. അലൻ ഹാഷ്റൻ ടീമൊക്കെ എന്താ പറയാ, ഒരു ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോഴേക്കും നമുക്കത് കാണുമ്പോൾ അതിന്റെ സന്തോഷം. ഹാഷിറിന്റെ പ്രത്യേകത, ഹാഷിർ കുറച്ചുകൂടി ഭയങ്കര നോളജ് ഉണ്ട്. ഹാഷിർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ജോർജിയ വരുമ്പോഴും പുള്ളിക്കാരൻ അടുത്ത് എനിക്കിങ്ങോട്ടും കുറേ കാര്യങ്ങൾ ജോർജിയെക്കുറിച്ചും ആ കൺട്രിയെക്കുറിച്ചും അങ്ങനെ കുറേ കാര്യങ്ങൾ ഹാഷിർ പറഞ്ഞു തരും. മകനെ എന്ന പാട്ട് കേരളത്തിൽ ഏത് ജനറേഷനിലെ ആൾക്കാർ, കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർക്ക് ആ മകനെ പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഫീലാണ്. അധികം പുറത്തോട്ട് വാഴ ഫസ്റ്റ് ഇറങ്ങിയിട്ടും അത് പുറത്തോട്ട് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത് പർവതീഷാണ് അതിൻ്റെ കമ്പോസർ. ഞാൻ ഒന്നും പറയില്ല. പുള്ളി അത് എങ്ങനെ ചെയ്തിട്ടുണ്ടാവും, അതെ 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 അത് എങ്ങനെ അത് പുള്ളി കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റുമോ. അതുകൊണ്ട് അത് കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി. തിയേറ്ററുകളിൽ വമ്പൻ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന വാഴ 2-ല് നമുക്ക് എല്ലാവർക്കും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. ലെറ്റ്സ് വെൽക്കം ശ്രീനാഥ് PS. ഓക്കെ, ഇപ്പോൾ പ്രൊഡക്ഷൻ കോർഡിനേറ്റർ ആയിട്ടും പ്രോഗ്രാം ഡയറക്ടറായിട്ടും ഒക്കെ ഒരുപാട് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു ആക്ടിങ് ഫീൽഡിൽ വന്നിരിക്കുകയാണ്. ശരിക്കും ചേട്ടൻ ആരാണ്? ശരിക്കും ഞാൻ ശ്രീനാഥ് PS ആണ്. ഞാൻ 10-15 വർഷമായിട്ട് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. അതിനകത്ത് കുറേ കൂടുതൽ വർഷവും ടെലിവിഷനിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇടയ്ക്ക് കുറച്ച് നാൾ ഒരു 3 വർഷം ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ടെലിവിഷനിൽ പോയി. പിന്നെ ഇപ്പം നൗ അഗൈൻ ബാക്ക് ടു മൂവീസ്. ഇങ്ങനെ ഒരു സൈക്കിളിൽ കൂടെയാണ് അത് പോയത്. അപ്പോൾ മീഡിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചാനലായിരുന്നു. അതോടെ ഞാൻ ബേസിക്കലി ട്രാൻസ്മിഷൻ എഞ്ചിനീയറായിട്ട് ആണ് ജോയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് പഠിച്ചതിന് ശേഷം. പിന്നെ അവിടെ നിന്ന് പ്രോഗ്രാം പ്രൊഡ്യൂസർ ആവുന്നു, പ്രൊഡക്ഷൻ കോർഡിനേറ്റർ ആവുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വേറെ ചാനലിന് വേണ്ടിയിട്ട് പ്രോഗ്രാം പ്രൊഡ്യൂസർ, ഡയറക്ടർ, അങ്ങനെ പല പരിപാടികൾ ചെയ്തു. പിന്നെ കുറച്ച് നാൾ ആർട്ടിസ്റ്റ് മാനേജ്മെൻറ്റ്, സിംഗേഴ്സ് ആയിട്ടുള്ള ജോബ് കുര്യൻ, ഗൗരി അവരുടെയൊക്കെ ആർട്ടിസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബിപിൻ ദാസ് എനിക്ക് 2011 നമ്മൾ ഈ ചാനലിൽ വർക്ക് ചെയ്യുന്ന കാലം തൊട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഒരു സ്ഥലത്ത് ഒരുമിച്ച് ഞങ്ങൾ സ്റ്റേ ചെയ്യുകയും അങ്ങനെ അന്നോട്ടുള്ള സൗഹൃദമുണ്ട്. ബിപിൻ്റെ ഫസ്റ്റ് ഒരു മൂവി എടുക്കാൻ ശ്രമിക്കുകയും അത് ഞാനും കൂടെ ഒരുപാട് അതിനകത്ത് ശ്രമിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് അതിനുള്ള യാത്രയും അതിനുള്ള ശ്രമവും ഒക്കെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു നല്ലൊരു കോർപ്പറേറ്റ് ജോബ് നമുക്ക് പെട്ടെന്ന് വിട്ടിട്ട് സിനിമയിലോട്ട് അങ്ങ് ഇറങ്ങാൻ പറ്റില്ല. എല്ലാം ഓക്കെ ആയിട്ട് വന്നാൽ മാത്രമേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വാഴ 1 വന്നപ്പോൾ ഞാൻ ചാനലിനകത്തുണ്ട്. അപ്പം പക്ഷേ നമ്മുടെ പേര് അവിടെ നമ്മൾ WBTS അവിടെ ഫസ്റ്റ് തന്നെ ലോഞ്ച് ചെയ്തിരുന്നു. പ്രൊഡ്യൂസർ പാർട്ണറായിട്ട് ബിപിൻ അതിനകത്ത് ജോയിൻ ചെയ്തു. അങ്ങനെയാണ് വാഴ ഫസ്റ്റ് സംഭവിക്കുന്നത്. അതിനുശേഷം ഞാൻ ഒരു 2025 ഒക്ടോബറിൽ റിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ കുറേ ഒരു കരിയർ ഇങ്ങനെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് അത് ഒരു ആക്ടിംഗിലേക്ക് വരുന്നല്ലേ. അത് ഭയങ്കരമായിട്ട് സക്സസ് ആവുകയും ചെയ്തു. എന്താ പറയാ, എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ക്യാരക്ടറായി. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിനിമയിലൊരു ഈ ജോണി സിൻസ് എന്ന് പറഞ്ഞൊരു റെഫറൻസ്, ആ ഒരു ഐഡിയ അത് ആരുടെയായിരുന്നു? അത് ബിപിൻ ദാസിൻ്റെ ഐഡിയ തന്നെയാണ്. അതെ, കാര്യം ഞങ്ങൾ ഒരു ദിവസം ഇതുപോലെ ഞങ്ങൾ എന്തോ ഒരു വർക്ക് ഞാൻ ഇറങ്ങിയ ശേഷം ഫുൾ ടൈം ബിപിൻ്റെ കൂടെ WBTSൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് ജോയിൻ ചെയ്തതിനു ശേഷം ചെയ്ത സിനിമയായിരുന്നു വ്യസന സമേത ബന്ധുമിത്രാദികൾ. അതിൻ്റെ എനിക്കൊന്ന് റീസണിന് ശേഷം എന്തോ മറ്റു പോസ്റ്റ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ നമ്മൾ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളൊരു ഫുഡ് കഴിക്കാൻ സ്റ്റാച്യൂവിൽ നടന്നു പോകുമ്പോഴാണ് ബിപിൻ പറയുന്നത്, നിങ്ങൾക്ക് ജോൺ സീസൺ ലുക്ക് ഉണ്ടല്ലോ, നമുക്കൊരു പരിപാടി ഉണ്ട്. നമ്മൾ അപ്പോഴേക്കും വാഴ സെക്കൻഡ് സ്ക്രിപ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു പാരലി. പുള്ളിയുടെ ടീമും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ എൻ്റെ അടുത്ത് ഒരു ഐഡിയ പറഞ്ഞാൽ പെട്ടെന്ന് ചുമ്മാ ഇരിക്കുക വെറുതെ അങ്ങനത്തെ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല, അങ്ങനെ ഒരു സാധനം ചെയ്യാം, നിന്നെ വെച്ചൊരു പരിപാടി ചെയ്യാം, ഒരു ഫൺ പരിപാടി അതിനകത്ത് കൊണ്ട് അവർ ആക്ച്വലി UK പോയിട്ട് കഷ്ടപ്പെടുന്ന ഒരു പോർഷൻ ഉണ്ട് സിനിമയ്ക്കകത്ത്. അപ്പോൾ അവിടെ കഷ്ടപ്പെടുമ്പോൾ എങ്ങനെ ആളെ കണ്ടുപിട്ടിട്ട് ഈ പുള്ളിയുടെ ഒരു റെഫറൻസിനകത്ത് ഇങ്ങനെ പുള്ളി പല വേഷത്തിൽ വരുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അത് വച്ചിട്ട് ഇതിനകത്തൊരു ഫൺ പരിപാടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനതൊരു പക്കാ കോമഡിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സാധനം എന്ന് വിചാരിച്ചു. അപ്പം ഞാനത് ആദ്യം വിചാരിച്ചു അത് വെറുതെ പറയുന്നതാണ്, വിപിൻ്റെ ഒരു ക്രിയേറ്റീവ് മൈൻഡിൽ അപ്പോൾ വന്നു. പറയാൻ ചാൻസ് ഇല്ല, നമുക്കും ഇതുപോലെ സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോഴത്തേക്കും തോന്നി
എവിടെയോ കണ്ടു. അപ്പോൾ അത് അങ്ങനെ ഒരു ക്രിയേറ്റീവ് മൈൻഡ് തോന്നിയതായ കാരണം ഞാൻ കരുതി ചിലപ്പോൾ ഫൈനലി അതിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പം ആ പ്ലാൻ മാറുമായിരിക്കും ചോദിച്ചു. പക്ഷേ അത് മാറിയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് പാസ്പോർട്ട് ചോദിച്ച് കൺട്രോളർ വിളിക്കുമ്പോഴാണ് ഞാൻ കൺഫേം ചെയ്യുന്നത്, അപ്പം പോകേണ്ടി വരും, ചെയ്യേണ്ടി വരും, വെറുതെ പറഞ്ഞതല്ല, അത് അവർ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് തവണ വിവിനോട് ചോദിച്ചു, അങ്ങനെ ഇത് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവുമോ? ഞാനിപ്പോൾ അങ്ങനെ ഇപ്പം ഡിറ്റോ അല്ല, ഒരു ഒക്കെ ലുക്കലേക്ക് ആണെന്നേ ഉള്ളൂ. പക്ഷെ ആൾക്കാർ കണക്ട് ആവും. ഈ മുടിയില്ലാത്ത എന്താ പറയാ, അത് ഒരു ഉപയോഗമായിട്ട് ഭയങ്കര അനുഗ്രഹമായിട്ട് മാറിയത്. ഞാനത് വേറെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു, ആൾക്കാർ നമ്മൾ ഈ മുടിയൊക്കെ വളർത്തി സെറ്റ് ചെയ്ത്. മുടി വളർത്താത്തതാണോ അതോ? ഞാൻ മുടി വളർത്താത്തതാണ്. പക്ഷേ മുടി കുറവാണ്, അത് കുറച്ച് ബൾഡായി തുടങ്ങിയപ്പോഴേക്കും ഞാനത് അപ്പം തൊട്ട് ഞാനത് ഇങ്ങനെ ഈ ഒരു സ്റ്റൈലിൽ പിടിച്ച് ഈ ലുക്കിലേക്ക് മാറ്റി. അതെ 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 അതെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് കണക്ട് ആവോ, വർക്ക് ആവോ, ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ആൾക്കാർക്ക് അത് വർക്കായി എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷെ ഇത് ഇപ്പോ തിയേറ്ററിൽ കാണുമ്പോഴത്തേക്കും കൂടുതലും യങ്സ്റ്റേഴ്സിലേക്കാണ് കൂടുതലും കണക്ട് ആവുന്നത്. ഇപ്പം ഈ പാരന്റ്സിന്റെ കൂടെ വരുന്ന സമയത്ത് ഈ ഒരു സീനൊക്കെ കാണുമ്പോഴത്തേക്കും അവര് ഇരുന്ന് ശരിക്കും ഇവർക്ക് മനസ്സിലാവില്ല ഇതെന്ത് സംബന്ധിച്ച് ശരിക്കുന്നതൊക്കെ അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ തിയേറ്ററിൽ എന്തായാലും ഭയങ്കരമായിട്ട് ഒരു ഓളം ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറാണ്. ജസ്റ്റ് ആ ഒരു കുറച്ച് സീനിലുള്ളെങ്കിലും പക്ഷെ ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് ആ ഒരു ക്യാരക്ടറിലേക്ക് എത്തിയിട്ട് അത് കാണുമ്പോൾ എല്ലാവർക്കും ശരി വരും. പക്ഷെ ലാസ്റ്റ് മൊമെന്റിൽ നമ്മളെ ഒരു ഇമോഷണലി ഒരു വാക്ക്, ആ ഒരു വാക്ക് എല്ലാവർക്കും കണക്ട് ആവുകയും ചെയ്യും. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ഇത് യങ്സ്റ്റേഴ്സിന് ആദ്യം ഫണ്ണായിട്ട് തോന്നുമെങ്കിലും ഈ പറഞ്ഞ മറ്റു ആൾക്കാർക്ക്, അല്ലെങ്കിൽ അത് കണക്ട് ആവാത്ത ആൾക്കാർക്ക് അത് വേറൊരു ആംഗിൾ കൂടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ. അങ്ങനെയാണ് അപ്പോൾ അത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അല്ലാതെ അതിനകത്ത് ഒരിടത്തും എൻ്റെ പേരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ നെയിമോ ഒന്നും വെച്ചിട്ടില്ല. ഒരു അതെ, ഞാൻ ചേട്ടൻ ആദ്യം ചോദിച്ചത് പല ഫീൽഡിൽ വർക്ക് ചെയ്ത് ശരിക്കും ചേട്ടനാണ് ആ ഒരു ശരിക്കും ലൈഫിലത്തെ പോലെ തന്നെ ആ ഒരു സിനിമയിലും അങ്ങനെ ഒരു കണക്ട് ആവുന്നൊരു. അതെ അതെ അതെ, അത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. നമ്മളൊന്ന് ആലോചിച്ചാൽ നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു കാലം കഴിയുമ്പോൾ സ്റ്റാർട്ടിങ് ഓഫ് ദ കരിയർ തൊട്ട് നോക്കി കഴിഞ്ഞാൽ പല റോൾസിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് എല്ലാവർക്കും അതുകൊണ്ടാണ് എല്ലാവർക്കും കണക്ട് ആയത്. ആ ഒരു ഡയലോഗ് കൂടെ പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും അത് കണക്ട് ആവാൻ കാര്യം എല്ലാ ആൾക്കാരുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കൂടി തന്നെ എല്ലാവരും കടന്നു വരുന്നത്. അതാണ് സിനിമയ്ക്ക്. എന്തായാലും ഈ ഒരു ക്യാരക്ടർ ഇതുവരെ എല്ലാവരും കണ്ടുവരിക, എല്ലാവരും പോസിറ്റീവായിട്ട് അവർ ഭയങ്കര ഫൺ മൂഡിൽ അത് എടുത്തിട്ടുണ്ട്. പക്ഷെ അതില് നെഗറ്റീവ് സൈഡ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കമന്റ്സോ? നെഗറ്റീവ് കമന്റ്സ് ഇല്ല. ഒന്ന് ഫൺ മൊമെന്റ്സ് എടുത്തിട്ട് ചിരിച്ചവരും പറഞ്ഞവരും ഒക്കെ ഉണ്ട്. രണ്ടാമത് എനിക്ക് കിട്ടിയിരുന്നത് ഈ ലാസ്റ്റ് 2 ഡയലോഗ്, ഈ ചേട്ടൻ ആരാ ദൈവം ചോദിക്കുന്ന ഡയലോഗ് പലവരും വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. കാര്യം എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ ഈ ചില സിനിമയിൽ ഒരു ഗോഡ് പ്രസൻസ് വെച്ചിട്ട് വന്നിട്ട് പ്രസന്റ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നന്ദനത്തിൽ ഒരു വന്നിട്ട് പോകുന്നത് പോലെയൊക്കെ ഉള്ള, അങ്ങനെ ആരോ വന്നിട്ട് പോയത് ഒരാളായിട്ട് കണ്ട ചില ആൾക്ക് പ്രേക്ഷകരുണ്ട്. ദൈവത്തെ പോലെ വന്ന ഒരു പ്രസൻസിട്ട് അവർക്ക് ഒരു റിയലൈസേഷൻ കൊടുത്തിട്ട് പോയി എന്നൊരു ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ അങ്ങനെയല്ല, ഇത് അവിടുത്തെ ഏതോ ചെറുപ്പക്കാരൻ അവിടെ കഷ്ടപ്പെട്ട് UK തന്നെ ഉള്ള മലയാളി എടുത്ത് ഷൂട്ട് ചെയ്തതുപോലെ അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരും ഉണ്ട്. എനിക്കും ഇതുപോലെ തിയേറ്ററിൽ പോയി കണ്ടുപിടിക്കും ഈ ഒരു ക്യാരക്ടറിനെ ആദ്യം കണ്ടപ്പോഴത്തേക്കും അവിടുത്തെ തന്നെ ഒരാളാണ്, ഒരു ഫോറിനർ ആണെന്നാണ് ഞാനും വിചാരിച്ചത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മലയാളം സംസാരിക്കുന്നത്. അല്ല, അത് അങ്ങനെ തന്നെയാണ് അവർ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം ആദ്യത്തെ ജസ്റ്റ് ഒരു സ്മൈൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു യൂസ് ചെയ്തിട്ട് അവർ കൃത്യമായിട്ട് അത് വെൽ റിട്ടേൺ ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇടയ്ക്ക് വെച്ചത് ബ്രേക്ക് ചെയ്ത് മലയാളത്തിൽ പറമോനെ എന്നെ കൊണ്ട് പറയിച്ചതും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഇത് ആൾക്കാർക്ക് റിവീൽ ആവാൻ വേണ്ടിയിട്ടാണ്, ഇത് അപ്പൊ അങ്ങനെ റിവീൽ ആവാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. അപ്പോൾ അത് ഡയറക്ടർ ഇപ്പം സവിനാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. സവിന് എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത്, റൈറ്ററും വിപിൻ എന്താ ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് അവർ ഷൂട്ട് ചെയ്തെടുത്തു. അപ്പം അവിടെയാണ് എനിക്കൊരു സക്സസ് കിട്ടാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെയ്ത റോൾ നന്നായി എന്ന് ആൾക്കാർ പറയുന്ന റീസൺ അവരുടെ രണ്ടുപേരുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. നന്നായി എഴുതി, അത് സവിൻ നന്നായി ഷൂട്ട് ചെയ്തു. അപ്പോൾ അതിലൊരു അലന്റെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ജീവിതം ഒന്നല്ലേ ഉള്ളൂ ജീവിക്കേണ്ടത്. ഒന്നുകൂടെ ഒന്ന് പറയുമോ നമുക്ക് വേണ്ടിയിട്ട്? പറയാം. ജീവിതം ഒന്നല്ലേ ഉള്ളൂ തന്നെയാ ജീവിക്കണ്ടേ. എന്ത് രസമാണ്. നമുക്ക് ഒരുപാട് എല്ലാവർക്കും കണക്റ്റ് ആവുന്ന ഒരു സംഭവം കൂടി. ആ ഒരു മൊമെന്റിൽ നമ്മൾ എന്തൊക്കെയോ, സത്യം പറഞ്ഞാൽ ചേട്ടൻ വന്ന ആ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ വന്ന് ചിരിപ്പിച്ചു, ലാസ്റ്റ് ചിന്തിപ്പിച്ചു. അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഇമോഷണലി നമ്മളെ ഒരുപാട് നമ്മൾ ചിന്തിക്കുന്ന ഒരു ക്യാരക്ടർ കൂടിയായി മാറി. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ സത്യം പറഞ്ഞാൽ ചേട്ടൻ ഫസ്റ്റ് ടൈമാണ് ഒരു ആക്ടിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യത്തെ സിനിമയിൽ തന്നെ ഇത്രയും എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറും കൂടിയായി. അപ്പോൾ ഇങ്ങനെ ഒരു ആക്ടിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ടെൻഷൻ ഉണ്ടായിരുന്നോ? അതിങ്ങനെ ഫലിപ്പിക്കാൻ പറ്റുമോ? ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പേടിച്ച് വിറച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. കാര്യം ഞാൻ പറഞ്ഞത് ഒരുപാട് വർഷം ക്യാമറയുടെ ബാക്കിൽ നിന്ന് ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഫ്രണ്ടിൽ വരുന്നത് ആദ്യമായിട്ടാണ്. ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ പോലും, ഒന്ന് പോസ് ചെയ്യാൻ പറഞ്ഞാൽ പോലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഫ്രണ്ടിൽ വന്നിട്ട് ഇത്
ചെയ്യാൻ പറയുമ്പോൾ ഒന്നാമത് ഷൂട്ട് ചെയ്ത് ജോർജിയയിലാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് നവംബറിലാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പം ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ഈ ഡോർ തുറന്ന് വരുന്ന സീനൊക്കെ നമ്മൾ ഡോറിൻ്റെ പുറത്ത് വീടിൻ്റെ പുറത്ത് നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അവരകത്ത് നിൽക്കുന്നു. അപ്പം എനിക്ക് ഈ തണുത്ത കാറ്റ് അടിച്ചടിച്ച് ഇങ്ങനെ ഞാനിങ്ങനെ കിടകിടാന്ന് എനിക്ക് പെട്ടെന്ന് തണുപ്പ് അഫക്റ്റ് ചെയ്യുന്ന ആളും കൂടിയാണ്. അപ്പം വിറയ്ക്കുന്നുണ്ട്. അപ്പം ഇത് ആക്ഷൻ പറയുമ്പോൾ നമ്മൾ ആ വിറയൊക്കെ മാറ്റിയിട്ട് അതൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ട് വേണം ഈ പറയുന്ന കാര്യം ചെയ്യാൻ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഡബിൾ ടാസ്ക്, ഡബിൾ ചലഞ്ചായിരുന്നു. അപ്പോൾ അത് അവിടെയുള്ള ഈ പറഞ്ഞ ഡയറക്ടർ സവിൻ്റെയും അവിടെ കൂടെയുള്ള ചീഫ് അസോസിയേറ്റ്സ്, ക്യാമറാമാൻ, അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഈ കോ ആക്ടർ ആയിട്ട് ചെയ്ത അലൻ പുള്ളിയുടെ സപ്പോർട്ടും ഒക്കെ വെച്ചിട്ടാണ് അത് ഒരു ഫസ്റ്റ് ടൈം ആക്ടർ എന്ന രീതിയിൽ എനിക്കത് കുറച്ചെങ്കിലും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഈ അലൻ ഹാഷറൻ ടീമൊക്കെ എന്താ പറയുക, ഒരു ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോഴേക്കും നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അവർ നമ്മൾ റീൽസിൽ മാത്രം കണ്ടിഷ്ടപ്പെട്ട ആ ആൾക്കാരാണ്. അപ്പോഴത്തേക്കും അവരെ ആ ഒരു സ്ക്രീനിൽ നമ്മൾ കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും എന്താ പറയുക, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടത്. ആക്ച്വലി അവരോട് കൂടിയുള്ള ഒരു ഇഷ്ടം കൂടിയാണ് നമുക്ക് ആ ഒരു സിനിമേനെ ഇത്രയും കൂടുതലും പ്രിയപ്പെട്ടതാക്കിയത്. അപ്പോൾ ആ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അവർ നല്ല അടിപൊളിയായിരുന്നു. കാര്യം എന്താ വെച്ചാൽ ആദ്യം അവരെ കാണുന്നത് ഓക്കെ നാട്ടിലെ ഷൂട്ടാണ്. അത് ഇതൊരു ഫുൾ നമ്മുടെ നാട്ടിലെ പോർഷൻസ് ഒക്കെ കൊച്ചിയിൽ ആലുവയിൽ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ജോർജിയയിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഷൂട്ടിംഗ് സമയത്തൊക്കെ നമ്മൾ കാണുന്നു, മിണ്ടുന്നു, സംസാരിക്കുന്നു, ആ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഒരു കുറച്ചൊരു ഫോർമൽ പരിപാടിയായിരുന്നു. നമ്മൾ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഇവിടെ വരുന്ന ആളായത് കാരണം നമ്മൾ അങ്ങനെ ഒരു എനിക്കല്ല ഭയങ്കര ക്ലോസ് കമ്പനി അപ്പോഴില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ജോർജിയ പോയപ്പോൾ എനിക്കൊന്ന് ഞാനും വൺ ഓഫ് ദി പ്രൊഡ്യൂസർ അമൽ, പിന്നെ ഹാഷിർ, ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. ഹാഷർ ഉണ്ടായിരുന്നു, നമ്മുടെ വിനായകും അലനും ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും പേരും ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടുന്ന് ഫ്ലൈറ്റിൽ കൊച്ചിയിൽ നിന്ന് പോകുന്നത്. അപ്പൊ അതെ, അപ്പൊ അവരെ അങ്ങോട്ട് പോകണം. പിന്നെ ഹാഷറും കൂടെ വന്നു. പിന്നെ അജിൻ ആൾറെഡി ദുബായ് ഷൂട്ട് കഴിഞ്ഞ് അവിടെ നിന്നാണ് സ്ട്രേറ്റ് അങ്ങോട്ട് വരുന്നത്, വന്നായിരുന്നു. അപ്പം ഈ ഞങ്ങൾ ഈ ഹാഷർ, അലൻ, വിനായകൻ ഞങ്ങൾ ഒരു ഫ്ലൈറ്റിലായിരുന്നുകൊണ്ടും ഞങ്ങള് കൊച്ചി തൊട്ട് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങ് ഗ്രോ ചെയ്ത് തുടങ്ങി. ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. അപ്പൊ അത് എനിക്ക് സിനിമ ഷൂട്ടിംഗ് സമയത്തും ഹെൽപ്ഫുള്ളായി. ഒരു റാപ്പ് ഉള്ള ആളിനോട് അഭിനയിക്കുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടാണ്. എന്നിട്ട് അവിടെ പോയി താമസിക്കുന്നത് വിനായകൻ റൂമിലായിരുന്നു ഞാൻ താമസിക്കുന്നത്. പിന്നെ അജിൻ അവിടെ നിന്ന് വന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അജിനുമായിട്ട് സിങ്കായി. അപ്പോൾ ഈ 4 പേരുടെ കൂടെ കൂടിയപ്പോൾ നല്ല നമ്മളും കുറച്ച് യങ്സ്റ്റർ ലൈവിലോട്ടൊക്കെ മാറി. നല്ല രസമായിരുന്നു. അവരാണെങ്കിൽ അവർ പറഞ്ഞ പോലെ വളരെ പാവം, നല്ല ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരും സിനിമ ഫസ്റ്റ് ടൈം ചെയ്യുന്നു. ഫസ്റ്റ് ടൈം അല്ല, എനിക്ക് വാഴ ഫസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു മേജർ റോളിൽ ഇങ്ങനെ ചെയ്യുന്നു. അവരുടെ റീൽസ് ഫുള്ള് ഫണ്ണാണ്. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മുഴുവൻ ആള് അത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോഴത്തേക്കും അവര് ലൈഫിൽ എങ്ങനെയാ അവര് ശരിക്കും ഈ ഒരു നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഒന്നാമത് അവർ നമ്മളൊരാളെ പോലെ തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ അവർക്ക് അങ്ങനെ അവർ റീലിൽ സ്റ്റാർസ് ആണെന്നോ അങ്ങനെയൊന്നും ഉള്ള ഒരു ചിന്തയും അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മളുടെ കൂട്ടുകാർ എങ്ങനെയാണോ നമ്മളുടെ കോളേജിൽ പഠിച്ചപ്പോൾ നമ്മളുടെ കൂടെ കൂട്ടുകാർ നിൽക്കുന്ന പോലെയാണ്. അങ്ങനെ ഫണ്ണി മൊമെന്റ് ആയിട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് പിന്നെ ഹാഷിറിന്റെ പ്രത്യേകത, ഹാഷിർ കുറച്ചുകൂടി ഭയങ്കര നോളജ് ഉണ്ട്. ഹാഷിർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ജോർജിയ വരുമ്പോഴും പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് എനിക്കിങ്ങോട്ട് കുറേ കാര്യങ്ങൾ ജോർജിയെ കുറിച്ചും ആ കൺട്രിയെ കുറിച്ചും അങ്ങനെ കുറേ കാര്യങ്ങൾ ഹാഷിർ പറഞ്ഞു തരും. അപ്പൊ ഹാഷിറിന് കുറച്ചുകൂടി ഒരു ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ച് അറിയാനുള്ള ആകാംക്ഷ കൂടുതൽ, കുറച്ചൊരു ലേണിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ബാക്കി എല്ലാവരും ഈ പറഞ്ഞ നല്ല നമ്മളുടെ ഫ്രണ്ട്സ് പോലെ അങ്ങനെയാണോ അങ്ങനെ നമ്മളുടെ അടുത്ത് ഭയങ്കര സ്നേഹവും ഒക്കെയാണ്. ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഹാഷിറും ആ യൂണിറ്റിൽ എല്ലാത്തിനും കൂടെ ഹെൽപ്പിനുണ്ടാവും. അല്ലാതെ അവരെ ഇതേ ചെയ്യുള്ളൂ. അങ്ങനെ അവരുടെ ടോട്ടൽ ആ പടം എങ്ങനെ മൂവി നന്നായിട്ട് വരണം എന്നൊരു ചിന്തയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതെ അതെ. ഞങ്ങൾ പിന്നെ എനിക്കൊന്നു ഇതിനകത്ത് ചില ദിവസങ്ങളിൽ ഇതിനകത്ത് അജിന് ഷൂട്ട് അവിടെ ഇല്ല, വിനായകനും അലനും ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് എനിക്കും ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അല്ലാത്ത ദിവസം ഞാനും അജിനും ഹാഷറും കൂടെ ഞങ്ങൾ പ്രൊഡ്യൂസർ അമലുണ്ട്, പുള്ളിയും പിന്നെ അനീഷ് എന്ന പ്രൊഡ്യൂസറുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെ വണ്ടി എടുത്ത് ജോർജിയ എക്സ്പ്ലോർ ചെയ്യാൻ പോവുക. ഏതോ കുന്നിന്റെ മുകളിലൊക്കെ പോയി. അപ്പോൾ അതുപോലെ ഒരു 11 days ഉണ്ടായിരുന്നു. 11 days. അതെ. അപ്പോൾ ഞങ്ങളുടെ കുറേ വീഡിയോസ് ഒക്കെ ഹാഷർ എടുത്തിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം റീൽസ് എടുക്കുന്ന ഹാഷർ തന്നെയാണ് നമ്മുടെ വീഡിയോ എടുത്തിരുന്നത്, നമ്മുടെ ഫോട്ടോ എടുത്തിരുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ചേട്ടാ അത് അങ്ങനെയല്ല ഫോട്ടോ എടുക്കുന്നത്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരും. അപ്പോഴാണ് നമുക്കൊരു ഭയങ്കര ഒരു അവർക്ക് ഇത്രയും അറിവ് ഇതിനകത്തുണ്ട്, അവരുടെ അറിവ് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഭയങ്കര അതെ. അവർ ചുമ്മാ വന്ന് അങ്ങനെ ചെയ്യുന്ന എന്തെങ്കിലും എടുത്തൊരു മൊബൈൽ കാട്ടി കൂട്ടിയിട്ട് പോകുന്നല്ല. അതൊക്കെ അത് ചെയ്യേണ്ട രീതിയും അതെങ്ങനെയാണെന്നുള്ളത് അത് കാലത്തിനനുസരിച്ചുള്ള അപ്ഡേറ്റഡ് ആയിട്ടാണ് അവർ. ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ അവരിൽ നിന്ന് അങ്ങനെ അവിടെ ജോർജിയ ഉള്ളപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഈ പറഞ്ഞ പോലെ ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ
ഇതൊക്കെ കാണേണ്ടത്, മനസ്സിലാക്കേണ്ടത്. നമ്മൾ വിചാരിക്കും ഈ പറഞ്ഞ പോലെ റീൽസ് ചെയ്യുന്നവർ ചുമ്മാ വീഡിയോ ചെയ്ത് അങ്ങനെ നടക്കുന്നു, അങ്ങനെയല്ല. അവരെല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി എന്താണ് ലോകത്ത് നടക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം നമ്മൾ ഈ സിനിമ കാണുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ പലർക്കും പല രീതിയിലാണ് കണക്ട് ആവുന്നത്. ചിലവർക്ക് സിബ്ലിങ്സിനോടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ പാരൻറ്റിങ്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, അല്ല ഒരുപാട് മെസ്സേജസ് ഈ സംഭവത്തിൽ ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി കണക്ട് ആയത് അച്ഛൻ മകൻ എന്നുള്ള ഒരു വിനായകന്റെയും അതുപോലെ ആ ഒരു ആക്ടിങ്, ആ ഒരു സംഭവമാണ്, ഇമോഷനാണ് എനിക്ക് കൂടുതലും കണക്ട് ആയത്. പലർക്കും പല രീതിയായിരിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ഒരുപാട് എന്നെ ചിരിപ്പിച്ച, എനിക്ക് പേഴ്സണലി ഞാൻ ഇത്രയും കാലം തിയേറ്ററിൽ പോയി കണ്ട സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ അത്രയും ചിരിപ്പിച്ചൊരു സിനിമ. അതുപോലെ തന്നെ ലാസ്റ്റ് ഭയങ്കരമായിട്ട് ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്ത് അങ്ങനെ കരയിപ്പിച്ചു. അപ്പോൾ ആ ഒരു സംഭവം നോക്കുമ്പോൾ ചേട്ടന് പേഴ്സണലി ആ ഒരു സിനിമ ഏതൊരു സംഭവമാണ് കണക്ട് ആയത് ഇതുപോലെ? അല്ല, എനിക്കത് ഫുൾ കണക്ട് ആയിട്ടുണ്ട് കാര്യങ്ങൾ. കാര്യം നമ്മൾ അതാണ് ആ സിനിമയുടെ ഇത്രയും വിജയത്തിന്റെ റീസൺ. ആക്ച്വലി ഇത് ഈ ഷൂട്ട് ചെയ്യണ സമയത്ത് ഈ ലൊക്കേഷനിൽ ഓൺ ദ സ്പോട്ടിൽ ചേട്ടനുണ്ടല്ലോ, അപ്പോഴത്തേക്ക് അത് നേരിട്ട് കാണുമ്പോഴത്തേക്ക് എന്താ ഇങ്ങനെയാണ് വരുന്നതെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഡയറക്ടർ സവിന്റെ ഒരു വിഷൻ ഭയങ്കരമാണെന്ന് നമുക്ക് തിരിച്ചറിയുന്നത് ഔട്ട് കാണുമ്പോഴാണ്. ഇപ്പൊ വിപിൻ ദാസും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, എഴുതി വെച്ചതിന്റെ 10 ഇരട്ടി മനോഹരമായിട്ട് ഡയറക്ടർ സവിൻ ഷൂട്ട് ചെയ്തു. അപ്പോൾ സവിൻ ചെയ്തുകൊണ്ടാണ് സിനിമ ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ ചെയ്തപ്പോൾ ഇങ്ങനെ വരില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞതിന്റെ റീസൺ ഇത് നമുക്കത് കണ്ടാൽ മനസ്സിലായി. അപ്പൊ എന്റെ സീൻ തന്നെ എനിക്കത് ഭയങ്കര പ്രൂഫാണ്. കാര്യം ഞാൻ ഒരിക്കലും ചെയ്തപ്പോൾ ഇത് ഇങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഞാനത് ഭയങ്കര ബോറായി പോയി, ചിലപ്പോൾ ഈ കട്ട് ചെയ്ത് കളയും ചിലപ്പം എന്നൊക്കെ വിചാരിച്ചിരുന്ന സാധനം. പക്ഷെ അത് അവരത് പ്ലേസ് ചെയ്ത് ഷൂട്ട് ചെയ്ത് എടുത്തേക്കുന്ന ആ സൈക്കിളിൽ തിരിച്ചു പോകുന്ന സീൻ, അലൻ്റെ റിയാക്ഷനൊക്കെ ഭയങ്കര മനോഹരമായിട്ടാണ് സവിൻ ഷൂട്ട് ചെയ്ത് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നാട്ടിലെ സീൻ എടുക്കുമ്പോഴും ഇപ്പോൾ ഈ ഫൈറ്റ് സീനൊക്കെ നടക്കുമ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഇത്രയും ഗംഭീരമായിട്ട് വരുമെന്ന് നമുക്ക് അപ്പോഴും തോന്നാറില്ല. ഈ ഔട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഈ ആക്ടിങ്ങിന് കണ്ടിന്യൂ ചെയ്യൂ? അല്ല, അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. ആക്ടിങ് കണ്ടിന്യൂ ഇല്ല, അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. കാര്യം ഞാൻ ഇത് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു വലിയ കാര്യം, ഈ ആക്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഈ ആക്ടേഴ്സ് എല്ലാം ഭയങ്കര സംഭവമാണ് എന്ന് മനസ്സിലായി. നമ്മൾ ഇത്ര നാൾ ക്യാമറയുടെ പുറകിൽ നിന്ന് കാണുകയും സിനിമ അഭിനയിച്ചിട്ട് അല്ലെങ്കിൽ സിനിമ കണ്ടിട്ട് ഇവിടെ അവർ അഭിനയിക്കുന്നതിനെ കുറ്റം പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഈ സിനിമ അഭിനയിച്ച ശേഷം എനിക്ക് മനസ്സിലായി അതൊന്ന് അഭിനയിച്ച് നോക്കണം. കാര്യം ഞാൻ ഇതുപോലെ ഇതിന് ശേഷം ജോർജിന് വന്ന ശേഷം വീട്ടിൽ ഇരുന്ന് വൈഫിൻ്റെ കൂടെ TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഏതോ സിനിമ, അപ്പോൾ ആരുടെ അഭിനയത്തെക്കുറിച്ച് ഇങ്ങനെ പുള്ളിക്കാരും മോശം പറഞ്ഞത്, എന്താണ് ഈ പുള്ളി അഭിനയിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും പറയില്ല. കാര്യം പുള്ളി അത് എങ്ങനെ ചെയ്തിട്ടുണ്ടാവും, അത് എങ്ങനെ അത് പുള്ളി കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റുമോ, അതുകൊണ്ട് അത് കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി. മറ്റേ നമ്മൾ അങ്ങനെയല്ല. പക്ഷേ എൻ്റെ അടുത്ത് ഓക്കെ, നമ്മൾ ചെയ്യുന്നത് നന്നായി ചെയ്യണം. നമ്മളിപ്പോൾ എന്തായാലും ആസ് ആൻ ആക്ടർ നമ്മൾ ഈ ഫൈനലി എന്താണോ ഡയറക്ടർ ആവശ്യപ്പെടുന്നത് അതായിരിക്കും എല്ലാവരും ഡെലിവർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആക്ടിങ് ഭയങ്കര ടാസ്കുള്ള പണിയാണ്, അത് എനിക്കത്ര ഫീസിബിൾ ആയിട്ടുള്ള കാര്യം അല്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ വാഴ 3 ഒക്കെ ഇറങ്ങുന്ന സ്ഥിതിക്ക് അതിലൊക്കെ ഒരു ക്യാരക്ടർ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമുക്കറിയില്ല എങ്ങനെയാന്നുള്ളത്. കാര്യം അവർ കഥയൊക്കെ എഴുതാൻ പോകുന്നതേ ഉള്ളൂ അവർ. അപ്പോൾ നമുക്ക് ഉണ്ടാവില്ലെന്ന് അറിയില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിളിക്കുമോ അറിയില്ല. അതാണ് ഇനിയിപ്പോൾ അവർ വിളിച്ചാൽ ഈ പറഞ്ഞ പോലെ വിപിനോ സവിനോ ഒക്കെ വിളിച്ചാൽ നമുക്ക് പോയി ചെയ്യാനുള്ള ധൈര്യം ഇപ്പോൾ ഉണ്ട്. കാര്യം അവർ നമ്മളെ കൊണ്ട് അവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് മനസ്സിലായി. കാര്യം ഞാനുമല്ല അവിടെ അവർ സവിൻ ഓരോ ഷോട്ട് കഴിയുമ്പോൾ സവിൻ വന്ന് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് പറയും. അപ്പോൾ എനിക്കത് കറക്ഷൻ ആണെന്ന് പോലും തോന്നാത്ത രീതിയിൽ ചെയ്യിപ്പിച്ചെടുക്കും. ചേട്ടാ ഈ ഷോട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞെടുക്കും. പക്ഷെ അത് അവർ നമ്മളെ കംഫർട്ടായിട്ട് ഒരു ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആളായതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുഖത്ത് ടെൻഷൻ വരാത്ത രീതിയിലാണ് അവർ ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സവിനെയും വിപിനെയും അത്രയും വിശ്വാസമാണ്. അപ്പോൾ അവർ വിളിച്ചാൽ ഓക്കെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എനിക്ക് സത്യം പറയണം, എനിക്ക് അഭിനയം അറിയില്ല, നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് വിളിക്കുകയാണെങ്കിൽ എൻ്റെ അവസ്ഥ ഇതാണ് എന്നെനിക്ക് പറയേണ്ടി വരും. അതൊക്കെ സെറ്റാവും. ആ ഒരു സമയത്തേക്ക് എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആയില്ലേ. പിന്നെ ഈ ഒരു എന്താ പറയുക, ആ സിനിമയിൽ നമുക്ക് കൂടുതലും ആ ഒരു ഇമോഷൻസ് കണക്ഷൻസ് ഒക്കെ കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് ഫീൽ ആവുന്നതാണ് ആ ഒരു പാട്ട്, കൂടെ പിറന്നവരെ ഒരു പാട്ട്. അത് ഭയങ്കരമായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തൊരു സംഭവമാണ്. അപ്പൊ ആ ഒരു വാഴ 1 2 ആ ഒരു അത് എൻ്റെ ക്രെഡിറ്റ് കമ്പോസർ പാർവതീഷിനാണ്. വാഴ 1 ഈ മകനെ എന്ന സോങ് പാർവതീഷ് കമ്പോസ് ചെയ്തു. ഇപ്പൊ 2ാമത് വന്നപ്പോൾ ഈ സിനിമയ്ക്ക് കൂടെ പിറന്നവരെ എന്ന അതിമനോഹരമായ പാട്ടും പാർവതീഷാണ് കമ്പോസ് ചെയ്തത്. അതിന്റെ കൂടെ എന്നിട്ട് പുള്ളി അത് കൃത്യം മകനെ പാട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ പാട്ട് ഉണ്ടാക്കി. അപ്പൊ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ ഒരു സെയിം ഫീലിൽ തന്നെ ഒരു പാട്ട് ഉണ്ടാക്കാൻ പറ്റുക, പുതിയ പാട്ടായിട്ടിരിക്കാൻ വേണം. അപ്പൊ അതിന് ഹാറ്റ്സ് ഓഫ് ടു പാർവതീഷ്. അപ്പം ഐ തിങ്ക് ഹീസ് എ ഗ്രേറ്റ് കമ്പോസർ ഫോർ മലയാളം ഫിലിം ഇൻഡസ്ട്രി.
കാര്യം ഞാനത് ഇടയ്ക്ക് വിപിൻ്റെ അടുത്ത് പറയുണ്ടായി. കാര്യം നമ്മൾ ആരും അങ്ങനെ പുള്ളിയെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. കാര്യം മകനെ എന്ന പാട്ട് കേരളത്തിൽ ഏത് ജനറേഷനിലെ ആൾക്കാർ, കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർക്ക് ആ മകനെ പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഫീലാണ്. അധികം പുറത്തോട്ട് വാഴ ഫസ്റ്റ് ഇറങ്ങിയിട്ടും അത് പുറത്തോട്ട് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത് അത് പർവതീഷാണ് അതിന്റെ കമ്പോസർ, പുള്ളിക്കാണ് അതിന്റെ ക്രെഡിറ്റ്. പിന്നെ അതിന്റെ സൂപ്പർവിഷൻ ഓക്കെ ഓബിയസ്ലി അങ്കിത്തിന്റെ ടീമിലുള്ള ആളാണ് പർവതീഷ്. അപ്പൊ അതൊരു സ്ട്രോങ് മ്യൂസിക് ടീമാണ്. പർവതീഷ്, ആർക്കാഡോ, അങ്ങനെ കുറെ ആൾക്കാർ അതിനകത്തുണ്ട്. ഇലക്ട്രോണിക്കലി അങ്കിത്തിന്റെ അണ്ടറിൽ ഇങ്ങനെ ഒരു സ്ട്രോങ് ടീം ഉണ്ട്. അപ്പം നമുക്കിത് എല്ലാത്തിലും ബേസിക്കലി ഫുൾ ടീം വർക്കാണ് നമ്മുടെ ഈ സിനിമയുടെ വിജയം. ഇപ്പം വിപിനായാലും റൈറ്റിംഗ് ടീം, ഡയറക്ഷൻ ടീം, അസവിന്റെ ഡയറക്ഷൻ ടീം, ക്യാമറ ടീം. അതായത് ക്യാമറ ടീം എന്ന് പറഞ്ഞാൽ അഖിൽ ആണ് DOP ചെയ്തിരിക്കുന്നത്, അഖിൽ ലീലാസുരൻ. അതിന്റെ കൂടെ അസോസിയേറ്റ് നിൽക്കുന്നത് അപ്പു എന്ന് പറയുന്നത് ഞങ്ങളുടെ തൊട്ട് മുന്നത്തെ സിനിമയുടെ DOP. അപ്പൊ അവിടെയൊന്നും ഈഗോ ഒന്നുമില്ല. ഒരാൾ DOP ആണ്, മറ്റേ അസോസിയേറ്റ്, അങ്ങനെ തിരിച്ചും മറിച്ചും അവർ ചെയ്യും. അതെ, അപ്പൊ അങ്ങനെ ഒരു സ്ട്രോങ് ടീം ആയിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു റിസൾട്ടാണ് ഇത്. അതിൽ ബഡ്ജറ്റും കുറച്ച് ഹൈ ആയി പോയി, പ്രതീക്ഷയെക്കാളും കുറച്ച് ഹൈ ആയി. അപ്പൊ എല്ലാവർക്കും ആദ്യം ഒരു ടെൻഷൻ. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ സാധാരണ ഈ 4-5 പ്രൊഡ്യൂസേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവേണ്ടതല്ല. അപ്പൊ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റും ഇല്ലാതെ ഇവരെല്ലാവരും ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ചെയ്ത് അതെ എല്ലാവരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വാഴ 2 പ്രോജക്റ്റ് നന്നാവണം എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു എല്ലാവർക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൽ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ സിനിമയിൽ ഒരുപാട് എന്താ പറയുക, നമുക്ക് മെസ്സേജസ് കൂടി തരുന്നുണ്ട്. ജസ്റ്റ് ഒരു ഇമോഷണൽ കണക്ഷൻ മാത്രമല്ല, ഒരുപാട് ഇപ്പോഴത്തെ കാലത്ത് റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് മെസ്സേജസ്. ഇപ്പോൾ ഡ്രഗ്സ് യൂസ് ചെയ്യാൻ കുട്ടികളുടെ ഇടയിൽ, ഇപ്പോൾ റീസെന്റ് തന്നെ ഇപ്പം അധ്യാപകർ എങ്ങനെ ആവരുത് എന്നുള്ളൊരു സംഭവം ഇപ്പോൾ വാർത്തകളൊക്കെ നിറഞ്ഞിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അധ്യാപകർക്ക് ഇങ്ങനെയുള്ള എന്താണ് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് പാരന്റ്സിനായാലും അതുപോലെ തന്നെ കുട്ടികൾക്കായാലും ഈക്വലി നമുക്കൊരു മെസ്സേജ് തരുന്ന ഒരു സിനിമ കൂടിയാണ്. അല്ല, അത് എനിക്ക് തോന്നുന്നു വിപിൻ അത് വെൽ റിട്ടൺ സ്ക്രിപ്റ്റ് ആണ് വിപിൻ പുള്ളിയുടെ. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് വിപിൻ മിക്കവാറും സിനിമകളിൽ എഴുതുമ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു വെനെവർ മൂവി കംസ് ഔട്ട് സൊസൈറ്റിക്ക് അതൊരു നല്ല മെസ്സേജ് പാസ് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് വാഴ 1-ലും എനിക്കൊന്ന് പുള്ളി എൻ്റെ ചെയ്തപ്പം എല്ലാവരും ചോദിച്ചു, അത് അവരൊന്നും രക്ഷപ്പെട്ടെന്ന രീതിയിലല്ല കാണിച്ചിരിക്കുന്നത്. അപ്പോഴും ഞാൻ ചോദിച്ചു പിന്നെ അതെന്താ അങ്ങനെ വരാത്തപ്പോൾ ഇപ്പം നമ്മളിപ്പം പഠിക്കാതെ നടന്നിട്ട് പിന്നെ രക്ഷപ്പെട്ടു എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ അത് റോങ് ആയിട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഫൈനലി എന്തെങ്കിലും ചെയ്ത് നമ്മൾ രക്ഷപ്പെട്ട് റിച്ച് ആവും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ, അത് പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അത് എടുക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല, അങ്ങനെ കാണിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു തോട്ട്. അപ്പൊ ഞാൻ അല്ല, ഞാൻ വാഴ 1-നകത്ത് അവര് പഠിക്കാതെ പല ആക്ടിവിറ്റീസിൽ പോയിട്ടാണ് അവര് നന്നാവാതെ പോകുന്നത്. പിന്നെ വാഴ കൃഷി ചെയ്യുന്നു, അതും നശിച്ചു പോകുന്നു. അപ്പൊ എല്ലാരും ചോദിച്ചത് അത് നന്നായിട്ട് കാണിച്ചുകൂടായിരുന്നു വാഴ കൃഷി ചെയ്ത്. അങ്ങനെ കുറെ പേര് അഭിപ്രായം അതും പാടും. അപ്പൊ നമ്മളത് അങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ വിപിനോട് ജെന്യൂൻലി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അതും തോറ്റി അങ്ങനെ ക്ലൈമാക്സ് വന്നു. അപ്പം പറഞ്ഞു അത് നമ്മളിപ്പോൾ അങ്ങനെ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ വിചാരിക്കും നമ്മൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഫ്യൂച്ചറിൽ വേറെ ബിസിനസ് ഒക്കെ ചെയ്ത് രക്ഷപ്പെടാം. അപ്പം അങ്ങനെ വരാൻ പാടില്ല. കുട്ടികൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ തന്നെ വേണം. അപ്പം അങ്ങനെ ഒരു മെസ്സേജ് വാഴ 1-ലും അതുകൊണ്ട്. അപ്പോൾ അത് 2 ഇപ്പോൾ ചെയ്യുമ്പോഴും അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ കുട്ടികളുടെ ഈ ഫൈറ്റ് കാണിക്കുന്നു അല്ലെങ്കിൽ ഡ്രഗ്സ് കാണിക്കുന്നു, അതാരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ആവിപ്പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടായിരുന്നു അതിനകത്തൊരു മെസ്സേജ് പോലെ കൃത്യമായിട്ട്. ഇപ്പം അൽഫോൺസ് പുത്രന്റെ സീനിൽ ഇപ്പം പോലീസ് വന്ന് പറയുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം പോലീസ് വന്ന് പറയുന്നതായിട്ട് കാണിക്കുമ്പോൾ അവിടെ ഒരു പോലീസും പാരൻസും ടീച്ചേഴ്സും തമ്മിലുള്ള ഒരു സീനാണത്. വളരെ ബുദ്ധിപരമായിട്ട് നല്ല ഭംഗിയായിട്ടാണ് അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. നമുക്ക് ലാഗ് അടിക്കാത്ത രീതിയിൽ ഒരു മെസ്സേജ് ആ ഒരു സീൻ മുഴുവൻ കാണുമ്പോൾ കുട്ടികൾക്കും കുറെ മെസ്സേജ് കിട്ടും, പാരൻസിനും കുറച്ച് മെസ്സേജ് കിട്ടും, ടീച്ചേഴ്സിനും കുറച്ച് മെസ്സേജ് കിട്ടും, എല്ലാവർക്കും കിട്ടുന്നുണ്ട്, സൊസൈറ്റിക്കും കിട്ടുന്നുണ്ട്. അവർ ഗ്രൗണ്ടിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ കളിക്കാൻ സ്ഥലമില്ല, ചിന്തിക്കും ഇതുപോലെ എന്താണ് കളിക്കാനുള്ള ഒരു സന്ദർഭം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പഠിക്കുന്നുണ്ട് പിടിച്ചു വെക്കാതെ അവരെ ഒരു ഇതില് വിടാൻ, കളിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പൊ കളിയാണ് ലഹരി എന്നുള്ള രീതിയിലൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ള സംഭവം, അത് ഇതിൽ നന്നായിട്ട് സക്സസ് ആ ഒരു കണക്ട് ആയിട്ടുണ്ട് ആ ഒരു സംഭവം. അപ്പോ വാഴ 3-ല് എങ്ങനെയാണ്? വാഴ 3-യെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് ഇപ്പൊ അറിയില്ല. കാര്യം വിപിൻ പറഞ്ഞു വെച്ചിട്ട് നമ്മൾ വാഴ 2 സക്സസ് ആയപ്പോൾ ഓക്കെ വാഴ 3 ചെയ്യാന്നുള്ള കോൺഫിഡൻസ് ആയിരുന്നു, അത് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, അതൊരു ഗേൾസിന്റെ കഥ, ഇത്രനാൾ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് പറഞ്ഞത് അതിന്റെ ബ്രോസ് ആയിരുന്നു. ഇനി അടുത്ത ഗേൾസ് ചെയ്യാം എന്നുള്ളൊരു, ഗേൾസിനെ കുറിച്ച് കഥ പറയാം എന്നുള്ളൊരു ഐഡിയ ഇത്രയും വന്നിട്ടുള്ളൂ. ഇനി അതിന്റെ ബാക്കി അവർക്ക് കഥ വരണം. കാരണം ഇത് പെട്ടെന്ന് എഴുതുന്ന കാര്യമല്ല, അവർ ഒരുപാട് റിസർച്ച് നടത്തി
ഒരുപാട് റിയൽ ലൈഫ് സിനിമ കണ്ടാലും മനസ്സിലാവും ഒരുപാട് റിയൽ ലൈഫ് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവുമല്ലോ, പലർക്കും അതാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ റിയൽ ലൈഫ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് അവർ സ്റ്റോറി ആക്കി സ്ക്രിപ്റ്റ് ആക്കി വരാൻ എനിക്കൊന്ന് ആൾമോസ്റ്റ് ഒരു 1 year എങ്കിലും എടുക്കുമായിരിക്കും. അപ്പോൾ അത് ആ സമയത്തെ ഷൂട്ടൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് വാഴ 3 ഉണ്ട്, ബയോപിക് ഓഫ് എ ബില്യൺ ഗേൾസ് എന്ന് മാത്രമേ നമുക്ക് ഇപ്പം അറിയാവൂ. അപ്പോൾ ആ സിനിമയിലും ഞങ്ങളൊരു ക്യാരക്ടർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. പൊതുവേ പുള്ളിയുടെ കാസ്റ്റിംഗ് അങ്ങനത്തെ ഒരു രീതി, അത് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആളെ കാസ്റ്റ് ചെയ്യും എന്നുള്ളല്ലാതെ വേറെ ആൾക്കും വേണ്ടി അങ്ങനെ എഴുതാറൊന്നുമില്ല, അങ്ങനെയൊന്നും ചെയ്യാറില്ല. കഥയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ അതിനകത്ത് വിളിക്കുള്ളൂ. അത് ഏത് കാസ്റ്റിനായാലും അങ്ങനെ ഒരു സംഭവമാണ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്, ഇത്രയും കാര്യം നമ്മുടെ കൂടെ ചെലവഴിച്ചതിനുള്ള. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ശരി.